അവിടെയാ ആനയുണ്ട് കേട്ടോ. സ്ഥിരം തന്നെ മിക്ക ദിവസങ്ങളിലും ഇവിടെ വരും. തെങ്ങ്, കവുങ്ങ് എല്ലാം കളഞ്ഞോണ്ടിരിക്കുക. കണ്ടമാനം കൃഷികൾ കളയണ്ട്. ഓടിക്കാൻ ചെല്ലുമ്പോ ആന തിരിച്ച് ഓടിക്കാൻ സ്ഥിതിയാണ് ഇപ്പൊ. ക്യാമറ കാണില്ല. കുട്ടിയാനെ പോകുന്നുണ്ടാ? ടോർച്ച് വെട്ടം കണ്ടാലും പോവില്ല. അത് അടിച്ചാൽ പടക്കം മുടിച്ചാലും പോവില്ല. നമ്മൾ ഓടിച്ചങ്ങനെ ആക്കി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മള് പിന്നാലെ തിരിച്ചു വരും. ഞാൻ അടിക്കുന്ന പോയിന്റിലേക്ക് അടി. ലൈറ്റടിക്ക്. അല്ല വലിയ വലിപ്പമില്ലല്ലേ? വലിപ്പം മാത്രം വലിയ ആനയല്ല, കുള്ളന. തീ കത്തിച്ചേക്കണ പേടിപ്പിക്കാനാ? കുറച്ച് മാറിയോ? അങ്ങോട്ട് പോയി ഇവിടെ നിന്ന്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വെറ്റിലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. വെറ്റിലപ്പാറയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അതിരപ്പള്ളി വെറ്റിലപ്പാറയൊക്കെ നിരവധി കാട്ടാനയുടെ പ്രശ്നമുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ അതിരപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള പല സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരവസ്ഥ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉള്ള പ്രദേശത്ത്, ഞാനിപ്പോൾ ഈ ഉള്ള ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ രാത്രി ആന വന്നിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ ആന വന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആനയെ ഓടിക്കുന്നതും അല്ലെങ്കിൽ ആനയെ നമ്മൾ നേരിട്ട് കാണുന്ന രംഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര ക്ലിയർ ആയിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും രാത്രിക്കാണ് സംഭവം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആ വിഷയം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഇവിടെ രാത്രി ഈ ഭാഗത്ത് ആനയുണ്ടേ. ആന ഒച്ച കേൾക്കുന്നുണ്ട്. ആന പെഴുതി അതെന്താ നോക്കാൻ പോകുന്ന കേട്ടോ. ഈ ഭാഗത്ത് അവിടെയാ ആനയുണ്ട് കേട്ടോ. ആനയുണ്ടല്ലേ? ആന വരുന്നുണ്ട്. ഇവിടെയായിരുന്നു. സുരേഷ് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായോ? അപ്പൊ അതിലെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കും. ശിവചേച്ചി തുടങ്ങി അങ്ങോട്ട് ഇറങ്ങാൻ സാധ്യത. അല്ലെങ്കിൽ കറണ്ടിൽ മറിയുണ്ടോ? അല്ലെങ്കിൽ ആ പഞ്ഞിടയിലെ നോക്കി അങ്ങോട്ട് കടന്നെ കാണാൻ ചേട്ടാ. ശിവചേച്ചി തുടങ്ങി ഉണ്ടോ? അങ്ങനെയുണ്ട് കേട്ടോ. പെരുങ്കാടാത് പെരുങ്കാടാണ്. ഭയങ്കര കണ്ടല്ലേ? ഇവിടെ വരെ ഒന്നും പറഞ്ഞേ. ഇപ്പൊ എവിടെ കയറുന്നോ? ഇവിടെ കയറുന്നു. ഇങ്ങോട്ടൊന്ന് കയറിയല്ലോ. അവിടെ ഇറങ്ങാ. അവിടെ ഉണ്ടാ ശരി ചേച്ചി ഓർമ്മ. മറ്റേ പറഞ്ഞോട്ട് പോയില്ലേ? അവര് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നേക്കാം ആൾക്കാരെ കൂട്ടി. അപ്പൊ ഇവിടുന്ന് ഓടിച്ച് അങ്ങോട്ട് കടത്തിടാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയണേ. ഇന്ന് അവര് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദർശനം വിളിക്കാൻ. അങ്ങനെ അപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ. അങ്ങോട്ട് പോയി. അങ്ങോട്ട് ഇറങ്ങി. വണ്ടി മാറ്റി വരുന്നോ? വഴി വല്ലതും ആണോ? അതൊക്കെ വേണ്ടി വരും. വണ്ടി മാറ്റി പോണോ?
ഇത് മറ്റേ ലൈറ്റ് കണ്ടാ ഓടിക്കുന്ന സാധനല്ലേ? നമ്മൾ ലൈറ്റ് കൊണ്ടുപോയ പ്രശ്നമാവുക ഉണ്ടോ? ഒരുമാതിരി ഫാമിലിനെ അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഇരുട്ടായതുകൊണ്ടേ കുറച്ച് കിടത്തി എന്നാലും കാണാൻ പറ്റുള്ളൂ. എന്താ ഇവിടെ ഇച്ചിരി പിന്നെ നമ്മള് വന്നിട്ട് പോയാലേ. ആ അല്ലല്ല, ഈ റബ്ബർ പടക്കിയിട്ടേക്കുന്നിടത്ത് ഇങ്ങോട്ട് പോയോ? കാണില്ല. ഓടിക്കാനേ ഉള്ളൂ. അതിന്റെ പുറകെ പോയി ഓടിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഓടിക്കുമ്പോ ഇങ്ങോട്ട് തിരിയും. പ്രശ്നക്കാരനാണ് അത്. ബാക്കിയുള്ള ആനകളൊക്കെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ആൾക്കാരെ എനക്ക് കണ്ടാൽ മതി, അപ്പൊ വിട്ടു. ഹൈറ്റ് ഒന്നുമില്ല. ഇത് സൗണ്ട് കേട്ടാ ഇങ്ങോട്ട് വരൂ അല്ലേ? ശരി, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അല്ലേ? ഇവിടെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പണ്ടറിയ കാട് അവിടെ ഒന്നും വാങ്ങിച്ചു ഞാനെന്നാ കണ്ടില്ല. അവിടെ അവര് അങ്ങോട്ട് പൊക്കത്തെ വീട്ടിലേക്ക് വഴിയുണ്ട്. അവരതിരെ പോവില്ല, ആ വഴി നടക്കാണ്ട് അവര് ഈ റബ്ബറിൽ കൂടെ അങ്ങനെ നടന്ന് അങ്ങോട്ട് പോകും. ഈ തെങ്ങ് എന്ന് പറിച്ചാ? ഈ തെങ്ങ് ഇതിപ്പോ 2 ദിവസമായി ഡെയിലി ഉണ്ട്. ഇറങ്ങിന്ന് പറഞ്ഞ ഇത് സ്ഥലം ശരിക്കും എവിടെയാ? വെറ്റപ്പാറ 15. വെറ്റിലപ്പാറ അല്ലേ? അതിരപ്പള്ളി വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ പ്രദേശമാണ് നമ്മളുള്ളത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ കേട്ടോ. ആന ഈ തൊട്ട് മുകളിലത്തെ സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷെ നമുക്കിത് എവിടെയാണ് ഉള്ളതെന്ന് ആളുകൾ അവിടുന്ന് പാട്ട ഒട്ടിയും ഓടിക്കും കേട്ടോ. ആനയുടെ ഇറങ്ങിയില്ലേ? ഞാൻ അന്നേരം ഇവിടെ നിന്നായിരുന്നു. ഇവിടെയാ അറ്റത്ത് അവിടെ നനക്കം നിൽക്കുന്നല്ലേ? ആ കറക്റ്റ് 200 മീറ്റർ കാഴ്ചയുള്ളൂ. 50 മീറ്റർ. 50 മീറ്റർ നമ്മൾ ഈ ഡിസ്റ്റൻസിൽ നിന്ന് അത്ര കാലമൊക്കെ അവന് കാണാൻ പറ്റില്ല. സ്മെല്ല് അതിന് 5 കിലോമീറ്റർ സ്മെല്ല് കിട്ടുന്നതാണ്. അതെ അതെന്താ പിന്നെ ക്യാമറ കാണില്ല. ഉണ്ടാ കുട്ടിയാനെ പോകുന്നുണ്ടാ? എടാ ഇവിടെ ഉണ്ട്. അതാ നിൽക്കുന്നത്. സൂം ചെയ്തിട്ടെ കാണിച്ചു തരാം കേട്ടോ. അതാ നിൽക്കുന്ന ആന. അമ്പട പുളസ് അവസാനം കിട്ടി. കളിച്ചടിക്ക്, ഇങ്ങോട്ട് അടിക്ക്. ഞാൻ അടിക്കുന്ന നേരത്തോട്ട് അടിക്ക്. ഞാൻ അടിക്കുന്ന പോയിന്റിലോട്ട് അടിക്ക്. ഞാൻ അടിക്കുന്ന പോയിന്റിലേക്ക് അടിക്കും. ആ അയച്ചടിക്ക്. അല്ല നല്ല വലിയ വലിപ്പമില്ലല്ലേ? വലിപ്പം മാത്രം അകലത്തുനിന്ന് വലിയ ആനയല്ല, കുള്ളന. സൗണ്ട് ഉണ്ടാക്കാൻ നിൽക്കാല്ലേ വിളി. നമ്മളിപ്പോൾ അവിടെ പോയിട്ടാ വന്നട്ടോ. ഓ എനിക്ക് കിട്ടി. പക്ഷെ വൃത്തി വെളിച്ചമില്ലാത്തോണ്ട് ഇല്ലല്ല. ഇന്നലെ അടയ്ക്കാനും മറിച്ചിട്ടുണ്ട്. ഈ സാധനത്തിന്റെ കണ്ണ് തിളങ്ങുമെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായിട്ടോ. അതെനിക്ക് കണ്ണു തരില്ല. ഇതാ നിക്കുന്നത് അല്ലേ? ഞാൻ ചോദിച്ചാൽ അങ്ങോട്ട് പോകും. അവര് താമസം മാറിപ്പോയി. അവര് പരിഹാരത്തേക്ക് കൂടപ്പുഴ അതിന്റെ അപ്പുറത്ത് വീട്ടുകാരെ അവിടെ അത് ഇട്ടിട്ട് താഴെ വേറെ സ്ഥലം മേടിച്ച് വീട് പണിത്. ഒരാണെന്നുള്ളൂ. അത് പറഞ്ഞോളൂ. നോക്കാല്ലേ?
അങ്ങനെ ഏതായാലും നമ്മൾ സ്പോട്ട് ചെയ്തു കേട്ടോ. ഓടാൻ വഴിയൊക്കെ നോക്കി വെച്ചു. നമ്മള് നേരത്തെ നമ്മള് പോയ സ്ഥലത്ത് അതെ ഞാൻ പറഞ്ഞേ, നമ്മൾ ഇത്ര നേരം അവിടെ നിന്ന് കണ്ടോ കണ്ടോ മാറിയോ അതാ ഇവിടെ കൊമ്പ് ചെറുതാ, പാഞ്ഞ് വന്നാണല്ലോ. 100-120 വരും ഇങ്ങോട്ട്. ആന ഒരു 200 മീറ്റർ ഓടിക്കുള്ളൂ. നമ്മൾ 100 മീറ്റർ ആകുമ്പോഴത്തേക്കും മരിക്കും. അത് നേരെ ഞങ്ങളുടെ പറമ്പിലേക്ക് കിടക്കുന്നത്. കറക്റ്റ് നമ്മൾ നിന്ന് പോയിന്റിലേക്ക് പോകണം. ഇങ്ങോട്ട് ഇതാ ഇപ്പം ഇങ്ങോട്ട് വരും, ഇപ്പം ഇങ്ങോട്ട് കിടക്കും. ഇപ്പം ഇവിടെ വരും, ഈ പോയിന്റ് വരും സാധനം. അങ്ങോട്ട് വരും. തറവാടിൻ്റെ അവിടെ മേടിച്ചാൽ കാണാം. ഈ വീട്ടിലാരില്ല അല്ലേ? ഇവരൊക്കെ ഇവിടുന്ന് താമസം മാറി പോയി. അത് തറവാട്ടിലാരില്ല. തറവാടില്ല, അവര് ചിറ്റയുടെ അനീത്തര വീട്ടിൽ പോയി വന്നവര്. അങ്ങോട്ട് കിടന്നു. അതിലേക്ക് പോവാം. പോയാ അങ്ങോട്ട് കിടന്നു. അല്ല ദേ നിൽക്കണം, ഇതിൽ തടിക്കുക, കണ്ണ് കിട്ടണം. അതല്ല ഇതിൽ കണ്ണ് കിട്ടണണ്ട, കണ്ട അവിടെ മാറി. ഇതിൽ നോക്കി ഇതാണ്ട കണ്ണ് കിട്ടണണ്ട. അങ്ങോട്ട് പോയില്ല. ഇവിടെ പമ്മി ഇരിക്കുവാ അല്ലേ? ഇപ്പോഴാണ് ഒരു ആനച്ചൂര് അടിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴാണ് കിട്ടി. ഇത്ര നേരം നമ്മളവിടെ പോയി നിന്നിട്ട് കിട്ടിയില്ല, ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. എന്താ തീ കത്തിച്ചേക്കണേ പേടിപ്പിക്കാനാ? കാണുന്നില്ലല്ലോ. നോക്കി രണ്ടും കൂടെ പിടിക്കുമ്പോളേ ഉണ്ടല്ലേ ഇവിടെ. അവിടെ എത്തി, കണ്ണ് കണ്ട അവിടെ എത്തിയില്ലേ? കുറച്ച് മാറിയോ? അങ്ങോട്ട് പോയി മടിവാ. ഇവിടെ ഒന്ന് ഇങ്ങോട്ടോ അങ്ങോട്ട് അടിച്ചോ. അങ്ങനെ കണ്ണ് തുടങ്ങുന്നുണ്ടോ? ഫോറസ്റ്റിനോട് ചെന്നൈയില്ല, ഫോറസ്റ്റിന്റെ വണ്ടിയുടെ സൗണ്ട് ഇവിടെ കേൾക്കുമ്പോഴേക്കും ആള് വിട്ടുപോകും. അത് മാത്രല്ല അവരുടെ മറ്റേ ക്ലിപ്പെടുക്കാ. ഇവിടെ ആനയുണ്ടെന്ന് ഇപ്പൊ ആരാ പറഞ്ഞേ? നമ്മള് ഈ ഒച്ച കേട്ടറിഞ്ഞല്ലേ? കൊട്ടൻ സൗണ്ട് കേട്ടത് അല്ലേ? ആന നിൽക്കുന്ന കേട്ടോ, കാണുന്നത്. അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അവിടെ എന്തോ ഓടിച്ച് പറിച്ചു. ഇങ്ങോട്ട് വാങ്ങി പുറത്തോട്ട്. സാറേ വെറ്റപ്പാറ 15 ഇന്നലെ വന്ന അവിടെ ആനയുണ്ട്. അതല്ലേ? ഉണ്ണിക്കറിയാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. അതായത് കൃത്യം പറയുകയാണെങ്കിൽ 14-ാം തീയതി വൈകിട്ട്, 14-ാം തീയതി രാത്രി നടന്ന സംഭവം. ഇന്നിപ്പോൾ 15-ാം തീയതിയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്നലെ ആന നിന്ന പ്രദേശവും ഒക്കെയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ, അതായത് ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ അവിടുത്തെ ആളുകളോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ആ ഒരു വീഡിയോയിൽ പോയ ഒരു സ്ഥലമാണിത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വീടിൻ്റെ അങ്ങോട്ടാണത്. അവിടെ നിന്ന് നടന്ന് വന്നിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ നടന്നു വന്ന് ഈ ഒരു വഴിക്ക് താഴേക്ക് ഇറങ്ങിയത്. ഇതിലിങ്ങനെയാണ് പോയത്. അപ്പോൾ ഏതായാലും ആന നിന്ന പ്രദേശം ഞാൻ കാണിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ആളുകളെയും കൂടെ കാണാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ഈ സ്ഥലം വെറ്റിലപ്പാറ അല്ലേ? ദിവസം ഇവിടെ ആന വരുന്നുണ്ട്. അതല്ലേ? 7-7:30 വരും. ചിലപ്പോൾ 4:30 വരും. ഇന്നലെ രാത്രിയിൽ വന്നല്ലോ അല്ലേ? ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ട് 5 മണിക്ക് പോയത്. ഓഹോ.
മൊത്തം കളയോ അല്ലേ? മൊത്തം കളയുവാണ്. അപ്പൊ നിങ്ങൾ ആ സമയത്ത് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും പോവില്ല, ഓടിച്ചു കഴിഞ്ഞാൽ പോകില്ല, തിരിച്ചു വരും. ഒരാനയാണോ പലതുണ്ടോ? ഒരെണ്ണം ആണല്ലേ? നിങ്ങളുടെ നേരെ വരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ 4 ഓടിച്ചല്ലേ? ടോർച്ച് വെട്ടം കണ്ടാലും പോവില്ല, ഇത് അടിച്ചാൽ പടക്കം പൊട്ടിച്ചാലും പോവില്ല. നമ്മൾ ഓടിച്ചങ്ങനെ ആക്കി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മളെ പിന്നാലെ തിരിച്ചു വരും. ഭയങ്കര ശല്യമാണ്. പോകാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ശല്യമാണ് ഞാനാ. ഫോറസ്റ്റുകാരൊക്കെ അറിയിക്കും? അപ്പൊ നിങ്ങൾ ഫോറസ്റ്റുകാരെ അറിയിക്കും, അവർ വന്ന് പടക്കം പൊട്ടിക്കും പോവും. അവര് പോയിട്ട് പിന്നാലെ രണ്ടാമത് വരും. ഇതിന് മുകളിൽ ഫെൻസിങ്ങും കാര്യങ്ങളും ഒന്നും ഒരു കാര്യമില്ല. അത് തകർത്ത് വരുന്നുണ്ട്. അതൊക്കെ തകർത്ത് വരും. ശക്തി കിട്ടണം ഫെൻസിങ്, പക്ഷെ ഒരു കാര്യമില്ല. ആന തകർത്ത് ആന കടക്കും. എത്ര കാലമായിട്ട് ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്? വർഷങ്ങളായി ഇപ്പൊ ഈ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ഒരു സാധനം പോലും നമുക്ക് നട്ടാൽ കിട്ടില്ല. തൊട്ടടുത്ത് ഫോറസ്റ്റ് ഉണ്ടല്ലോ അല്ലെ? ഫോറസ്റ്റ് ഉണ്ട്, ഞങ്ങളൊന്നും ആരെങ്കിലും പോകാറില്ല. അതെ. കൃഷിയൊക്കെ വലിയ ഭയങ്കര പ്രശ്നമാണ് അത്. ഏത് നേരത്തെ ഇവിടെ എത്തും. 4:30 ഇവിടെ ഹാജരുണ്ട് ആളെ. വൈകിട്ട് 4:00. 4:00. ഇപ്പൊ പോയ കാണാൻ പൊക്കത്ത് നിൽക്കുന്നുണ്ട് സാധനം. ആണല്ലേ? ഇന്നലെ 4:30 ഓടിച്ചാണ്. നമ്മൾ ഇന്നലെ രാത്രി ആനയെ ഓടിക്കാൻ പോകുന്ന രംഗങ്ങൾ കാണിച്ചപ്പോ പടക്കം പൊട്ടിച്ച ആളാണ് കേട്ടോ. പേരെങ്ങനെയാണ്? ശ്രീകാന്ത്. ഇവിടെ സ്ഥിരം ഇത് തന്നെയായിരിക്കും? സ്ഥിരം തന്നെ. മിക്ക ദിവസങ്ങളിലും ഇവിടെ വരും. തെങ്ങ്, കവുങ്ങ് എല്ലാം കളഞ്ഞോണ്ടിരിക്കുക. കണ്ടമാനം കൃഷികൾ കളയണ്ട് ഇവിടെ. സ്വന്തം തന്നെ ആയിരിക്കും കൂടുതൽ ഓടിക്കുന്നത്? സ്വന്തമായിട്ട് തന്നെ. ഓടിക്കാൻ ചെല്ലുമ്പോ ആന തിരിച്ച് ഓടിക്കാൻ സ്ഥിതിയാണ് ഇപ്പൊ. ആൾക്കാരുടെ നേരെ വരുന്നുണ്ടല്ലേ? ആൾക്കാർക്ക് നേരെ തിരിയണ അവസ്ഥയാണ്. ധൈര്യമായിട്ട് ഓടിക്കാൻ ചെല്ലാൻ പറ്റില്ല. ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവര് വാച്ചർമാരെ വിടും. ഇടയ്ക്ക് സാർമാര് വരും, ഇടയ്ക്ക് വാച്ചർമാരെ വന്ന് ഓടിക്കാം. എന്നാലും ഇത് സ്ഥിരമായിട്ട് നിക്കുന്നില്ലല്ലേ? ഡെയിലി വരും. അതെ അതെ. വൈകുന്നേരം ആകുമ്പോഴേക്കും സന്ധ്യ ആകുമ്പോഴേക്കും ഉണ്ടാവൂലേ? ഇന്നലെ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ അപ്പൊ എന്തൊക്കെയാ കളഞ്ഞേ? ഇന്നലെ ഇപ്പൊ ഒരു കവുങ്ങ്, റബ്ബർ കളഞ്ഞിട്ടുണ്ടല്ലേ? ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു. നമ്മളിപ്പോ ആ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ഈ ഒരു പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോയത് ആ വഴിയെ അങ്ങനെ അതിലെ പോയിട്ട് ആ ഒരു ഭാഗത്ത് അവിടെയാണ് ഞങ്ങൾ അതിലെ പോരാ. അതിലെ പോവാം. ഈ ഒരു വഴിക്ക് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയും പോയത് കേട്ടോ. കാണിച്ചു തരാം യഥാർത്ഥത്തിലുള്ള ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അങ്ങനെ വരുന്നത് ഇവിടെ ഒരു പുതുമയുള്ള കാര്യമല്ല, ഇവരിത് ഡെയിലി അനുഭവിക്കുന്ന കാര്യം കേട്ടോ. ഇന്നലെ ഞങ്ങൾ രാത്രിയാണ് കാണിച്ചത്. അതേ വഴി തന്നെയാണ് ഇവിടെ തന്നെയാണ് രാത്രി പോകുന്നത് കേട്ടോ. ആനയെ നിങ്ങൾ കണ്ടാൽ ഒത്തിരി വലിപ്പമുള്ള ആനയൊന്നും അല്ലല്ലേ? അത് ചെറിയൊരു ആന കേട്ടോ. അത്യാവശ്യം ഒരു 1.5 ആളുടെ പൊക്കം, അതിൽ കൂടുതലൊന്നുമില്ല. 1.5 ആളുടെ പൊക്കം ഉണ്ടോ? ഇത് 1.5 ആളുടെ പൊക്കം ഉണ്ടോ? ഉണ്ടാവൂലേ? കവുങ്ങ പൊടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതൊരു റബ്ബറും തോട്ടമാണ്. തെങ്ങ് നോക്കി. ഇതൊക്കെ ഇന്നലെ കളഞ്ഞ? ഇത് കഴിഞ്ഞ ദിവസം കളഞ്ഞല്ലേ? ഉണങ്ങിയിട്ട് പോലുമില്ല. അതാണ് ഞാൻ നോക്കുന്നത്. വേണ്ട, ഒരു തെങ്ങ് കിടക്കുന്നുണ്ട്. നോക്കണ്ട, തെങ്ങിൻ്റെ കോലമാണ് ഈ കാണുന്നത്. ഇന്നത്തെയാ? ഇന്നലെ രാത്രിത്തെയാ? ഇവിടെ വരാൻ പിന്നെ വന്നു. ഇന്നലെ രാത്രി നമ്മളതെ അവിടെ നിന്നിട്ടാണ് നമ്മൾ പടക്കം പൊട്ടിക്കുന്നത്. അതുപോലെ ആ വീഡിയോ ഷൂട്ട് ചെയ്തൊക്കെ അതെ ഇവിടെ വരെ വന്നു കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇവിടെ എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ വീടുകളുള്ളതല്ലേ? പല വീടായിപ്പോയി. ഓഹോ. ഈ കമ്പിക്ക് എന്തെങ്കിലും അടിച്ചാ? ഇതൊക്കെ ഓടിച്ചേട്ടാ. നമ്മളിവിടെ കാണാനല്ലേ? ഇവിടെ ഇല്ലല്ലോ, അവിടെ അന്നേ നമ്മളിവിടെ ഇല്ലെന്നേ. അല്ല, നമ്മളിവിടെ ഇല്ലെന്നേ. നമ്മളിവിടെ നിന്നിട്ടാട്ടെ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്ത്. അവിടെയായിരുന്നു ആന നിന്നിരുന്നേ. എന്താ ആ ഒരു സ്ഥലത്ത്. അതിൻ്റെ തൊട്ടപ്പുറം ഒരു വീട്, എൻ്റെ ഇതൊക്കെ കാണാം.
ഇതുണ്ട് അവിടെയൊക്കെ പൊളിച്ചിട്ടേക്കുന്നതാണ്. അങ്ങോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഇന്നലത്തെയാ ഈ കവുങ്ങ്? ഇങ്ങനത്തെ അല്ലേ? ഓരോ ദിവസം വാങ്ങാണ്ടിരിക്കുക അല്ലേ? നാളേക്കിന് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു തോട്ടമൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ 2-3 കവറും കവുങ്ങും തെങ്ങും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാലേ പിന്നെ എത്ര നാളത്തേക്ക് ഇതുണ്ടാവുമെന്ന് നമുക്ക് ആൾക്ക് സന്തോഷമാവുള്ളൂ. ഇതൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ അല്ലേ ഇന്നലെ ഇവിടെയാണ് ആന നിന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് വടക്കം വെട്ടിച്ചതാ. കവുങ്ങ് എല്ലാം അടയ്ക്കാനുള്ള എന്താ എത്ര കവുങ്ങുകൾ കളഞ്ഞിട്ടേക്കുന്നതെന്ന് നോക്കി. ഇതിലൊക്കെ ഇന്നലെ മലിഞ്ഞ് കയറിയും തോന്നുന്നു അല്ലേ? അതെ, ഇതിലിങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? അപ്പം കവുങ്ങ മൊത്തം പൊട്ടിച്ച് നടപ്പുണ്ടാകണ്ടോ? അധികം വലുപ്പമുള്ള ആനയല്ല. ഇത് വലിയ വലുപ്പമൊന്നും ഇല്ലല്ലോ ആനയ്ക്ക്. ആനപ്പിണ്ടവും ചെറിയതാ. അത്ര കവുങ്ങ കളഞ്ഞേക്കുന്ന ഇന്നലെ അതിൽ ആ ഒരു ചെറിയ വലിപ്പമുള്ള ഒരു ആന ചെയ്ത പരിപാടിയാട്ടത്. എനിക്ക് എത്ര കവുങ്ങ നശിപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ എത്ര എണ്ണ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ആവുന്നുണ്ട്. ആ അതാവും. ഇതൊക്കെ അതിന് മുന്നത്തെ ദിവസങ്ങളിൽ വന്നായിരിക്കും അല്ലേ? ഉണ്ടോ? ആ പ്ലാവ് മറിച്ചൊന്ന് അടുത്ത് പോയി കണ്ടല്ലോ. ഒഴിവായിപ്പോയി അല്ലേ? ഓഹോ, ഈ പ്ലാവിന്റെ എന്ത് തന്നെയാണ് ഇത് മറിച്ചിട്ടേ? വെറുതെ മറിക്കല്ലേ? നശിപ്പിക്കല്ലേ? ഇതെന്നാ സംഭവം മറിച്ചേ? ആണല്ലേ? വീടിന്റെ പുറത്തോട്ടൊരു പ്ലാവ് മറിച്ചിട്ടിരിക്കുന്ന രംഗാട്ടാണ്. ഒന്നല്ല 2 പ്ലാവ്. ഈ വീട്ടുകാരുണ്ടെങ്കിൽ എന്നാലും ചോദിക്കും എന്തായിരിക്കും അവരുടെ സ്ഥിതിന്ന്. നോക്കാൻ പറ്റുന്ന മാത്രമല്ല, പേടിച്ചിട്ടില്ലേ ഇരിക്കാൻ പറ്റുമോ? അവരിവിടെ ഇല്ലാത്തതുകൊണ്ട്. അതെ, ആ വട്ടൊക്കെ ആന കളഞ്ഞ ഓ ആ കാണിക്കും. ആണല്ലേ? 2 പ്ലാവാണ് മറിച്ചിട്ടേക്കുന്നത്. ഇതൊക്കെ കുത്തിയ പാടായിരിക്കും അത്. ചെറിയ കൊമ്പാട്ടൊക്കെ വിഷയങ്ങളൊക്കെയാണ്. ചെറിയ കൊമ്പാണ്. ഇതാണ് വാട്ടർ ടാങ്ക് പൊട്ടിച്ചിട്ടേക്കുന്നുണ്ടോ? ചവിട്ടി പൊട്ടിച്ചാലേ? എന്തിന്? ഒരു ദേഷ്യത്തിനങ്ങ് ചെയ്യുന്നതെന്ന് തോന്നുന്നല്ലേ? അവിടെയുള്ള വാഴയൊക്കെ തിന്നുന്നില്ല. വാട്ടർ ടാങ്ക് ചവിട്ടി പൊട്ടിച്ചിട്ടേക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ആ പൈപ്പിന്റെ അന്ന് വെള്ളം പോകുന്നൊക്കെ പൊട്ടിച്ചു കളഞ്ഞാ? പൊട്ടിപ്പോയതാ? കണ്ടോ, പൈപ്പ് പൊട്ടി വെള്ളം പോകുന്ന കാണാൻ നമുക്ക്. ആന പൊട്ടിച്ചേക്കുന്ന കേട്ടോ. ഈ മുറ്റത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും ഇവിടെ. ആളും കൂടെ ഇല്ലാത്തതുകൊണ്ട് സൗകര്യമുണ്ടല്ലേ? അപ്പുറത്തെ ആ വീട്ടിലും ആളില്ല? ഓ, ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അവരിപ്പോഴും അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ?
ഇല്ല ഉണ്ടാവില്ല. ആണല്ലേ. ഈ വീടൊക്കെ നോക്കിയാൽ കാണാം. ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ ആണ് അല്ലേ. ഇത് ഇന്നലത്തെ ആനയല്ല കേട്ടോ, ഇത് വേറെയാ. ഇത് വേറെ ആനയാ അല്ലേ. ഇത് വേറെ ആന, വലിയ ആനൊക്കെ ഉണ്ടാവില്ല. ഇതൊന്നും കൂടുതൽ ആന വരുന്നുണ്ട് കേട്ടോ. അല്ല ഇവിടെയൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇവരുണ്ടെങ്കിലേ പെട്ടുപോയനോ. ഇതൊക്കെ ആന ഇതാക്കിയിട്ടേക്കുന്ന ലൈറ്റ് ചുമ്മാ ഇട്ട് വെക്കുന്നതായിരിക്കും അല്ലേ. ഓഹോ, പശു തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇത്രയും പറമ്പും തൊഴുത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാട്ടോ ഇപ്പോൾ എല്ലാം വിട്ടുപോയി. അപ്പൊ നിങ്ങളുടെ വീടായിരിക്കൂലേ ഇപ്പൊ നീയൊക്കെ അടുത്തത്? ഇവരൊക്കെ ഒഴിവായി പോയതിന് നിങ്ങൾ അവിടെ അങ്ങോട്ട് വരുമായിരിക്കും അല്ലേ. ഒഴിവായി പോകുന്നതനുസരിച്ച് ആന പിന്നെ കയറി വരും അല്ലേ. ഇത് നിങ്ങൾ പറമ്പാ? ഈ ഓടിക്കുന്ന ആന എങ്ങോട്ടാ പോവാ? ഓടിക്കുന്ന ആന എങ്ങോട്ടാ? നേരെ മുകളിലേക്ക് പോവാ? അവിടെ നിൽക്കും. വൈകിട്ടാകുമ്പോ പിന്നെ ഇറങ്ങിയില്ല. ആ കാണുന്നുണ്ട്, ആ മതിൽ കാണുന്ന മുകളില്. അത് അവര് കെട്ടിയേക്കുന്നല്ലേ. അതും പൊളിച്ചിട്ടുണ്ടല്ലോ, പല സ്ഥലത്തും പൊളിഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താ വെച്ചേക്കുന്നേ? ആനയാ? ഇവിടെ ഇതിന്റെ അപ്പുറത്തോട്ടായിരിക്കുമല്ലോ കുറച്ച്. ഫെൻസിങ് ഒന്നും ഇല്ല അല്ലേ? മടച്ചിട്ട് വരില്ല. ഇതൊക്കെ റബ്ബർ കളഞ്ഞേക്കുന്നതായിരിക്കും. റബ്ബറിന്റെ തൊലി തിന്നുന്ന ഇലയോ? അല്ലേ. ഇതൊക്കെ നട്ടോ കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ ആക്കിയേക്കുന്നതാണ്. ആട് കാണാം കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് ഫോറസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞേക്കുന്ന കേട്ടോ. ശരിക്കും അല്ലേ. ഇതൊക്കെ മറിച്ചിട്ടാട്ടോ. ഇത് തോടാ? വെള്ളമില്ല മഴക്കാലത്തോ? നമ്മളിപ്പോൾ കണ്ടത് ഈ വീടിൻ്റെ തൊട്ട് ഇപ്പത്തായിട്ടുള്ള പറമ്പിൽ കൂടെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് കേട്ടോ. ഇത് നിങ്ങളുടെ തറവാടാ? തറവാട്. ഓഹോ. ഇവിടെ ഇപ്പോൾ ആര് താമസമുണ്ടോ? താമസമുണ്ട്. ഇപ്പം അവര് ചിറ്റേടാൻ ഇതിന് വീട്ടിൽ പോയേക്കാം, കണ്ണൂർ പോയേക്കാം. ഓഹോ. ഇവരൊക്കെ ഇത്ര അടുത്തില്ലേ? ഇവിടെ കാണാൻ വരുമായിരിക്കും. ഇവിടെ ഫ്രണ്ടിലായിരുന്നു. ഞാൻ വെളുപ്പിന് ഞാൻ അവിടെ വിളക്ക് തുറന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആന നിൽക്കണേ. ഇത്ര അടുത്ത് അല്ലേ? എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ടല്ലേ. രാത്രി പുറത്തിറങ്ങണമെങ്കിലേ ഇറങ്ങാനായിട്ട് പേടിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലേ? ആ വീട്ടിൽ. നമ്മളിപ്പോൾ കണ്ട ഒരു ക്ഷേത്രമാണിത്. ഇവരുടെ വീടും ഈ പരിസരത്തൊക്കെ ആനകൾ വരുന്ന കേട്ടോ. അപ്പം നമ്മൾ പോയത് വെറ്റിലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മളിവിടെ കണ്ട ഒരു പറമ്പിലെ കാഴ്ചകളാണ്. നമ്മൾ കഴിഞ്ഞ രാത്രി ഇവിടെ വന്നിരുന്നു. വന്നപ്പോൾ കണ്ട സ്ഥിതിയാണ് നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ഭാഗങ്ങളിൽ കണ്ടത്. അതേ സ്ഥലം പകൽ സമയത്തൊന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ, എത്രത്തോളം കൃഷികളാണ് ഇവിടെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായതും കാര്യങ്ങളൊക്കെ കേട്ടോ. ഏതായാലും വളരെ ഭീകരമാണ് അവസ്ഥ എന്ന് പറയുന്നത്. ആളുകൾ ഓരോ പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകുന്നതനുസരിച്ച് ആനകൾ താഴേക്ക്
ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് വനാതിർത്തിയിലുള്ളവർ ഒഴിഞ്ഞു പോവുക എന്നുള്ള ഒരു പരിഹാരമല്ല. പലരും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വനാതിർത്തിയിൽ കൊണ്ടുപോയി വീട് വെച്ചിട്ടില്ല, അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പോയില്ലെന്ന്. അവിടുന്ന് അവർ മാറിക്കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറേ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകളെ അത് ബാധിച്ചു തുടങ്ങും. അതിങ്ങനെ ഒരു ക്യാൻസർ പോലെ ഇങ്ങനെ പടർന്ന് വരും. അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കാട്ടാനകളെ പറമ്പിലോട്ട് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തുക. അല്ലെങ്കിൽ ഭാവി വലിയ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കൃഷി എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ട് ഒരു നാടായിട്ട് മാറും നമ്മുടെ നാട്. അത്തരത്തിലാണ് ആളുകളും അടുത്ത് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു തലമുറ കൃഷിയിലേക്ക് പോലും വരാത്തൊരു സ്ഥിതിയിലേക്ക് പോകും. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പണ്ടത്തെ കാരണവന്മാർ നട്ടുപിടിപ്പിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ചുറ്റും കാണുന്ന ഈ പച്ചപ്പൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ മരുഭൂമിയായിരിക്കും, അല്ലെങ്കിൽ വെറും കാടായി മാറും. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വിഷയങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ.